അതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷകൾ. CV അനുമോദുണ്ട്. അനുമോദ്, UDF-നെ നയിക്കുന്നത് ലീഗാണ്. ലീഗിൻ്റെ തീരുമാനമാണ് UDF-ൽ നടപ്പിലാവുന്നത്. ഇതാണ് ഇന്ന് രാവിലെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകൾ. അതായത് ലീഗിന് മാത്രമേ വീണ്ടും ഭരണത്തിൽ വരിക എന്നൊരാഗ്രഹമുള്ളൂ. UDF-ൽ കോൺഗ്രസിനകത്ത് നിലനിൽക്കുന്ന ആശയക്കുഴപ്പങ്ങൾ, ഭിന്നിപ്പ്, രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദങ്ങളടക്കമുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ ലീഗ് അവരുടെ സംഘടനാ സംവിധാനവുമായി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ലീഗിൻ്റെ ആലോചനകൾ അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ലീഗിൻ്റെ തന്ത്രങ്ങൾ അത് എത്ര കണ്ട് നിർണായകമാണ്? മലബാറിലും വടക്കൻ ജില്ലകളിലുമെങ്കിലും ലീഗ് അവരുടെ പഴയ മേഖലകളിലേക്ക് കടന്നു കയറുമോ, അതോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രതിസന്ധികൾ അവർ എങ്ങനെ നേരിടും? സത്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള സെമി ഫൈനലായിട്ടാണ് ലീഗ് കാണുന്നത്. അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ ലീഗ് വളരെ നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഓരോ വാർഡിലും പ്രവർത്തകരുടെ ഒരു സ്ക്വാഡ് രൂപീകരിച്ച് ഓരോ വീടുകളിൽ കയറി ഇറങ്ങി അത്രമാത്രം താഴെ തട്ടിലേക്ക് ഇറങ്ങി പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങളാണ് നടത്തുന്നത്. നമുക്കറിയാം, ലീഗിനെ സംബന്ധിച്ച് UDF എന്ന് പറഞ്ഞാൽ പോലും മലബാറിലെ പല ഭാഗങ്ങളിലും കോൺഗ്രസും ലീഗും തമ്മിൽ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യം മുൻപെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതാണ് UDF-നെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ലീഗിനും കോൺഗ്രസിനും ഒരുപോലെ തന്നെ നേട്ടം ഉണ്ടാക്കാൻ കഴിയാതെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം. അങ്ങനെ വിള്ളലുള്ള ഇടത്ത് ഇടതുപക്ഷം ഒരു സഖ്യമില്ലാതെ ഒരു സാമ്പാർ മുന്നണി പോലെ എല്ലാവരെയും കൂട്ടിച്ചേർത്ത് ജനകീയ മുന്നണി എന്ന പേരിൽ സഖ്യമുണ്ടാക്കി മത്സരിക്കുകയും ലീഗിനെ അല്ലെങ്കിൽ കോൺഗ്രസിനെ ഭരണത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തു. പ്രധാനമായി ലീഗിനെ ഭരണത്തിൽ നിന്ന് അകറ്റുകയും ചെയ്തു. ഇതാണ് കാലങ്ങളായിട്ട് ഇവിടെ നേരിടുന്ന വെല്ലുവിളി എന്നതുകൊണ്ട് തന്നെ ഇത്തവണ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് താഴെത്തട്ടിൽ വാർഡുകളിൽ തന്നെ സ്ക്വാഡിനെ ഇറക്കി ആ വാർഡുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള നീക്കങ്ങൾ അല്ലെങ്കിൽ ചർച്ചകൾ തുടങ്ങാനുള്ള നീക്കങ്ങൾ വളരെ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ UDF മുന്നണിയായിട്ടായിരിക്കും ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും മത്സരിക്കുക എന്നാണ് ലീഗും കോൺഗ്രസും അവകാശപ്പെടുന്നത്. പലപ്പോഴും ഈ സീറ്റുകൾ വെച്ചു മാറുന്നതിൻ്റെ കാരണത്താലോ അല്ലെങ്കിൽ ഭരണത്തിലേറിയാൽ പ്രസിഡന്റ് സ്ഥാനം ഇത്ര മാസത്തേക്ക് ഒരു മുന്നണി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലേക്ക് ഒരു പാർട്ടി കൈകാര്യം ചെയ്യുന്ന കാര്യത്തിലേക്കാണ് തർക്കമുണ്ടാവുക. ഇത്തവണ അത്തരത്തിലുള്ള തർക്കങ്ങൾ മുൻകൂട്ടി കണ്ട് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ട് തന്നെയാണ് ലീഗിൻ്റെ ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നതാണ് ജില്ലാ നേതൃത്വം അവകാശപ്പെടുന്നത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു UDF-ന്റെ മുന്നണി എന്ന രീതിയിൽ പഞ്ചായത്ത് തലത്തിൽ കൂടി മത്സരിക്കാൻ തുടങ്ങുമ്പോൾ എല്ലായിടത്തും മത്സരിച്ചു കഴിഞ്ഞാൽ മലപ്പുറം പോലെയുള്ള ഒരു ജില്ലയിൽ സ്വാഭാവികമായിട്ടും ലീഗിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയും. ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടി ഉണ്ടാകും. നിലവിൽ തന്നെ 94 പഞ്ചായത്തിൽ 70 UDF-ന്റെ കീഴിലാണുള്ളത്. 24 ഇടങ്ങളിൽ മാത്രമാണ് LDF ഉള്ളത്. അത് വലിയ നേട്ടമായിട്ടാണ് LDF അവകാശപ്പെടുന്നത്. ഇത്തവണ ആ ഒരു സാധ്യത കൂടി ഇല്ലാതെയാക്കും എന്ന കണക്കൂട്ടലാണ് ലീഗിനുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, മുൻപൊക്കെ പരസ്യമായിട്ടും രഹസ്യമായിട്ടും എന്നൊക്കെ തരത്തിലുള്ള വെൽഫെയർ പാർട്ടിയുടെ കൂട്ടുകെട്ട് ഇത്തവണ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ പരസ്യമായിട്ട് ലീഗിന് അല്ലെങ്കിൽ UDF-ന് ഉണ്ടാകുമോ? ഉണ്ടായാൽ അത് ഒരു തരത്തിൽ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങളും വെച്ച് തന്നെയാണ് ലീഗിൻ്റെ പ്രതീക്ഷകളുള്ളത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട തലവേദനയായിട്ട് വരുന്നത് വാർഡ് വിഭജനമാണ്. ഈ LDF-ന് അനുകൂലമാവുന്ന തരത്തിൽ വാർഡുകൾ വിഭജിച്ചിട്ടുണ്ട് എന്നാണ് ലീഗ് ആക്ഷേപിക്കുന്നത്. പക്ഷേ അതിനെ മറികടക്കുവാൻ ഈ നേരത്തെ തന്നെ ഒരുങ്ങിയിട്ടുള്ള ഈ UDF-ലെ ഭിന്നതകൾ ഒഴിവാക്കിക്കൊണ്ടുള്ള ഈ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്നാണ് ലീഗിന്റെ വിലയിരുത്തലുള്ളത്. അനുമോദ്, ഈ കാര്യത്തിൽ നമുക്കറിയാം, സർക്കാരും ഇടതുമുന്നണിയും അവർ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് സ്വീകരിച്ചിരിക്കുന്ന തന്ത്രം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ക്യാമ്പയിനാണ്. ഈ ക്യാമ്പയിനിൽ ഭാഗമാവേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിച്ചത്. പക്ഷേ ലീഗിനൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. കാരണം അവരുടെ തദ്ദേശ സ്ഥാപനങ്ങളിലെ നേട്ടം ഉയർത്തിപ്പെടുത്താൻ ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതില്ലേ എന്ന ചോദ്യം. ബദലായി ലീഗ് എന്തെങ്കിലും തന്ത്രങ്ങൾ ഒരുക്കുന്നുണ്ടോ ഇക്കാര്യത്തിൽ? കാരണം കോൺഗ്രസിന് സംഘടനാ തലത്തിൽ ചില ദുർബലാവസ്ഥകളുണ്ട്, തെരഞ്ഞെടുപ്പ് ഒരുക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അത് തങ്ങളെ ബാധിക്കരുത് എന്ന മുൻകരുതൽ ലീഗ് പ്രത്യേക തന്ത്രങ്ങൾ ഒരുങ്ങുന്നുണ്ടോ ഈ തെരഞ്ഞെടുപ്പിനായി? തീർച്ചയായും സത്യം. അതിനായിട്ട് മറ്റൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണത്. കാരണം ഇവിടെ മലപ്പുറം ജില്ലയിൽ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച 94-ൽ 70 ഇടത്തും UDF ഭരിക്കുന്നു. 12 നഗരസഭകളിൽ 9 ഇടത്തും UDF ഭരിക്കുന്നു. സ്വാഭാവികമായിട്ടും വലിയ ഭരണ നേട്ടം അവർക്ക് ഈ 5 വർഷത്തെ കാലയളവിൽ അവകാശപ്പെടാൻ സാധിക്കുന്നു. പക്ഷേ ഇവിടെ സർക്കാരിന്റെ നേതൃത്വത്തിൽ വികസന സദസ്സ് സംഘടിപ്പിച്ച് ഈ നേട്ടങ്ങളൊക്കെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങളായി അവതരിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിന് പ്രത്യേകിച്ച് UDF-ന് ലഭിക്കേണ്ട ഒരു മേൽക്കൈ ഇവിടെ നഷ്ടമാകുന്നു. ആ മേൽക്കൈ നഷ്ടമാകുന്നത് അംഗീകരിക്കാനാകില്ല എന്നതുകൊണ്ടാണ് ഇവിടെ വികസന സദസ്സിൽ പങ്കെടുക്കുമെന്ന് ആദ്യം മുസ്ലിം ലീഗ് തീരുമാനിക്കുന്നതും. പക്ഷേ പിന്നീട് അത് UDF-ന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടാണ് UDF-ന് അത് ഒരു പ്രതിസന്ധിയാക്കുന്ന സാഹചര്യത്തിൽ
വേറിട്ട ഒരു സദസ്സ് നടത്തുമെന്ന് ലീഗ് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നത്. ലീഗല്ല UDF ആയിട്ടാണ് ഈ വേറിട്ട സദസ്സ്, അതായത് വികസന സദസ്സ് എന്ന പേരിലായിരിക്കില്ല, പക്ഷേ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനത്തിന്റെ പരിധികളിലും ഇത്തരത്തിലുള്ള 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, വികസന നേട്ടങ്ങൾ ആളുകളിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടത്തും, അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തും. അതൊരു സദസ്സായിട്ടായിരിക്കും, പല തലങ്ങളിലായിട്ടായിരിക്കും, താഴെ തട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടായിരിക്കും എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. അതായത് സർക്കാരിന്റെ നിലവിൽ ഇത്തരത്തിലുള്ളൊരു വികസനത്തിന്റെ നേട്ടം അവർ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണെന്നും എന്നാൽ അതിന് വക വെച്ചു കൊടുക്കേണ്ടെന്നും അത് സമ്മതിക്കാനാകില്ലെന്നും ഇത്രയും ഭൂരിപക്ഷമുള്ള മലപ്പുറം പോലെ ഒരു ജില്ലയിൽ ഇവിടുത്തെ ഭരണ നേട്ടങ്ങൾ LDF സർക്കാരിന് അവകാശപ്പെടേണ്ടതില്ലെന്നുമുള്ള നിലപാടിലാണ് മുസ്ലിം ലീഗ് ഉള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ വികസന സദസ്സല്ല, അതല്ലാതെ UDFന്റെ വികസന സദസ്സ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുൻകൈയെടുത്തുള്ള വികസന സദസ്സായിരിക്കും മലപ്പുറം ജില്ലയിൽ, പ്രത്യേകിച്ച് മലബാറിന്റെ മറ്റു ജില്ലകളിൽ ഉണ്ടാകുമെന്ന് വ്യക്തമാക്കിയിട്ടുള്ള മലപ്പുറം ജില്ലയിൽ നടക്കുക. അത് തീർച്ചയായിട്ടും ഈ 5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ, അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഫണ്ട് അനുവദിക്കുന്നതിലടക്കമുള്ള തടസ്സങ്ങൾ ചൂണ്ടിക്കാണിച്ച് അതിനെല്ലാം അതിജീവിച്ച് UDFന്റെ നേട്ടമായിട്ട് അവതരിപ്പിക്കാനായിരിക്കും മുസ്ലിം ലീഗിന്റെ നീക്കമുണ്ടാവുക. ഇത് നമുക്ക് നേരത്തെ തന്നെ കാണാം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി ഓരോ ജില്ലകളിലും ഓരോ മണ്ഡലത്തിലും എത്തിയപ്പോൾ അന്ന് വിട്ടുനിന്നതിനെതിരെ തന്നെ ലീഗിൽ ഒരു ഭിന്നാഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം സർക്കാരിന്റെ നേട്ടങ്ങൾ സർക്കാരിന്റെ മാത്രമായി, ഇടതുപക്ഷത്തിന്റെ മാത്രമായി അവതരിപ്പിക്കുന്നു എന്നുള്ളതായിരുന്നു. ഈ നേട്ടങ്ങളൊക്കെ മുസ്ലിം ലീഗിലൂടെ അവകാശപ്പെട്ടതാണ്. അത് മുസ്ലിം ലീഗിന് അവകാശപ്പെടാൻ കഴിയാത്ത രീതിയിൽ ഇടതുപക്ഷത്തിന്റെ പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നതോടെ ഇടതുപക്ഷത്തിന്റെ മാത്രമായി അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ആക്ഷേപം ഉണ്ടായിരുന്നു. ഇത് മറികടക്കുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കെ വികസന സദസ്സ് സ്വന്തമായി സംഘടിപ്പിക്കാനാണ് UDFന്റെ നീക്കം. അതിന് നേതൃത്വം കൊടുക്കുന്നത് മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗ് തന്നെയാണ്. ഇങ്ങനെ ഇത്രയും വർഷത്തെ ഭരണ നേട്ടങ്ങൾ ലീഗിൻ്റെതായ ഒരു നേട്ടമായിട്ട് അവർ ജനങ്ങളിലേക്ക് എത്തിക്കുകയും തെരഞ്ഞെടുപ്പിനെ വലിയ തോതിൽ തന്നെ ഇത് സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ ലീഗിന്റെ ഭാഗത്ത് ഉണ്ടാവുകയും ചെയ്യും. മലപ്പുറം ജില്ലയിൽ UDF എന്ന പേരിലാണെങ്കിലും ലീഗ് തന്നെയായിരിക്കും ഇതിന് നേതൃത്വം നൽകുക. ശരി, ജോർജ് പൊടിപാറ, മാധ്യമപ്രവർത്തകൻ.